പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. മീസോസ്ഫിയർ 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരത്തിന് അനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോസ്ഫിയറിൽ കാണപ്പെടുന്നു. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ കർഷണത്താൽ കത്തിച്ചാരമാകുന്നു. അപ്പോൾ മീസോസ്ഫിയർ 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരത്തിന് അനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോസ്ഫിയറിൽ കാണപ്പെടുന്നു. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ കർഷണത്താൽ കത്തിച്ചാരമാകുന്നു. അടുത്ത തെർമോസ്ഫിയർ 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരം തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. അയണോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറാണ്. അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയറിലാണ്. അയണോസ്ഫിയർ എന്ന് വെച്ചാൽ തെർമോസ്ഫിയറിന് താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി നമ്മൾ അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി അറിയപ്പെടുന്ന അസ്കോർബിക് ആസിഡാണ്. മനുഷ്യരുടെ മോണയിൽ പഴുപ്പ് രക്തസ്രാവം ഏത് വൈറ്റമിൻ്റെ അഭാവമാണെന്ന് വെച്ചാൽ ജീവകം സിയുടെ അഭാവമാണ്. കൊഴുപ്പിൽ ലഭിക്കുന്നവയാണ് എ, ഡി, ഇ, കെ വൈറ്റമിൻസ്. വൈറ്റമിൻ എ എന്ന് വെച്ചാൽ റെറ്റിനോൾ. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയനാമം റെറ്റിനോൾ. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിന് ഒപ്പം കുഞ്ഞിന് നൽകുന്നത് വൈറ്റമിൻ എ ആണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടത് വൈറ്റമിൻ എ ആണ്. നിശാന്തത, സിറോഫ്താൽമിയ, കെറോട്ടോമലേഷ്യ ഇവയൊക്കെ വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻ എ റെറ്റിനോൾ എന്നും പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്നത് വൈറ്റമിൻ എ ആണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിശാന്തത, സിറോഫ്താൽമിയ, കെറോട്ടോമലേഷ്യ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് കാൽസിഫെറോൾ എന്നാണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കുന്നു. പാൽ ഉൽപ്പന്നങ്ങളിലും കാണപ്പെടുന്നുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. പാൽ ഉൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. സൺഷൈൻ വൈറ്റമിൻ എന്നും വൈറ്റമിൻ ഡി അറിയപ്പെടുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി കാൽസിഫെറോൾ എന്നും സൺഷൈൻ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കുന്ന പാല് ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത് ടോക്കോഫിറോൾ എന്നാണ്. വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത് ടോക്കോഫിറോൾ എന്നാണ്. സസ്യ എണ്ണകളിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെ ആഗിരണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് വൈറ്റമിൻ ഇയുടെ അഭാവം മൂലമാണ്. വന്ധ്യതയ്ക്ക് കാരണം ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. ഒരു ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ ഇ. അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്
വൈറ്റമിൻ ഇ കാണപ്പെടുന്ന സസ്യ എണ്ണകളിലാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെ ആഗിരണത്തിന് വൈറ്റമിൻ ഇയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ, ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ, ഒരു ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഇ എന്ന് പറയുന്നത്. അടുത്തത് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻ എ നമ്മൾ റെറ്റിനോൾ എന്ന് പറഞ്ഞു, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ എന്ന് പറയുന്നു, വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫിറോൾ, വൈറ്റമിൻ കെ എന്ന് വെച്ചാൽ ഫില്ലോക്വിനോൺ. വൈറ്റമിൻ കെ കാണപ്പെടുന്ന ക്യാബേജ്, ചീര, കോളിഫ്ലവറിലാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കും. കട്ട എന്ന് പറയുമ്പോൾ കെ അല്ലേ, കട്ട. അപ്പോൾ വൈറ്റമിൻ കെ എന്നാണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. കൊയാഗുലേഷൻ വൈറ്റമിനാണ് വൈറ്റമിൻ കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്നത് വൈറ്റമിൻ കെ ആണ്.